ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു നൈറ്റ് എടുക്കുന്ന ഒരു വ്ളോഗാണേ. അപ്പോൾ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ കുറച്ച് ഫുഡ് കഴിക്കുന്ന ഒക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ഇന്ന് ഞങ്ങൾക്കെന്ന് പറഞ്ഞത് കുറച്ച് കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്പയും കാന്താരി ചമ്മന്തിയൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ച് രാത്രിയിൽ. അപ്പോൾ അമ്മ കപ്പയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണിച്ചു തരാമേ. അപ്പോൾ അതേ കുറച്ച് കപ്പയും കാന്താരിയൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് കപ്പയും കാന്താരി ചമ്മന്തി പിന്നെ ഉണക്കമീനും ഉണ്ട്. കപ്പ കൊള്ളാമോ? കുഴപ്പമില്ല. നല്ല വലിയ കപ്പയായിരുന്നു ഇത് കേട്ടോ. ഇതുണ്ടോ ഇത്രയും നല്ല വലിപ്പത്തിലുള്ള. നമുക്ക് ഇവനെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഉണക്കമീനും ഉണ്ട്. ഉണക്കമീൻ ഇതേ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാന്താരി ചമ്മന്തി അരയ്ക്കാൻ പോവാം. ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്. വയറ്റിനായിട്ടൊക്കെ നാലിളമില്ല. മാമുണ്ട് നല്ല എരിവുള്ള കേട്ടോ. നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ട് ഈ മുളകിന്റെ കണ്ണൊക്കെ നിറയുന്നത്. ഞാൻ കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. പക്ഷെ എരിയാണെങ്കിലും എന്തായാലും കാന്താരി ചമ്മന്തി കപ്പയ്ക്ക് മസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. ഭയങ്കര എരിയും തോന്നുന്നു കണ്ടിട്ട് എനിക്ക്. കേശവനെ വിളിക്കുന്നു. എന്ത് നോക്കും. കുഴപ്പമില്ല, കപ്പയുടെ അവിടെ കഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പം അത് കറക്റ്റാണേ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം എരി ബാലൻസ് ചെയ്തോളൂ. അത് നോക്ക്, ഒരു നുള്ളിൽ നോക്ക്. കേശുവിന് എരിയൊക്കെ തിന്നാൻ ഭയങ്കര മടിയാ. ഇനി ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ടിരിക്കുക. അമ്മ അത് കപ്പ ആകുമ്പോഴത്തേക്കിനും ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അത് അമ്മ ഉണ്ടാക്കിക്കോളും. പിന്നെ കഴിഞ്ഞ എൻ്റെ കുറേ വീഡിയോയിലൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ അമ്മയെ വീഡിയോയിലൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ വരാതിരുന്നേ, എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാവേ. അമ്മ എവിടെ? അമ്മ ഇങ്ങ് വാ. വീഡിയോയിലൊക്കെ ചോദിച്ചാൽ അമ്മ എവിടെ ആയിരുന്നു, അമ്മയെ കണ്ടില്ല, കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എവിടെ ആയിരുന്നു അത് പറ. രാവിലെ ഉച്ചയ്ക്ക് ഇവിടെ മോൻ്റെ ഇളയവൻ്റെ വീട്ടിൽ വരും. പിന്നെ എൻ്റെ മോളെ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാട്ടോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല, ഇത് ഇല്ലത്തിയാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് പേടിച്ചൊക്കെ നിന്ന് സംസാരിക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഷോർട്സിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ 3 മക്കളുടെ വീട്ടിൽ മാറി മാറി നിൽക്കും. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും, കുറച്ച് ദിവസം മറ്റേ 2 മക്കളുടെ വീട്ടിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. ഇന്ന് അമ്മയോട് തന്നെ ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അമ്മയെ കൊണ്ട് തന്നെ വീഡിയോയിൽ പറയിപ്പിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഓക്കെ ഓക്കെ. നാളെ സ്കൂളിൽ പോണ്ടേ? അതെന്താ ലീവോ? എന്തിന്? ടീച്ചർ എന്തായാലും ഇത് കണ്ടോളൂ. അച്ഛൻ നിനക്ക് ലീവ് തന്നു. അപ്പയാണെങ്കിലേ കുക്കറിൽ വെച്ച് ഒറ്റ ഒരു വിസിലടിച്ചാൽ മതിയല്ലോ. പെട്ടെന്ന് വേഗുന്നതായതുകൊണ്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. എന്താ മീൻകറി? എനിക്ക് ഉണക്കമീനെ ഇഷ്ടമാണ്. ആ പിന്നെ മീൻകറി അമ്മ കൊണ്ടുവന്നത്. അത്രക്ക് പറയാനായിരുന്നു. കവർ നീക്കി വെക്കും.
മീൻ കഴിക്കാം ക്യാഷ് കഴിക്കാം കഴിക്കാം കേശപ്പ് ഉണക്കമീനും കഴിക്കണം. ഇനി എന്തിനാ എന്നെ വായിക്കാൻ ഹലോ അത് തന്നത് പിന്നെ നീ ആദ്യം കേട്ടോണ്ട് നാക്കേറിയാ നമുക്ക് സംസാരിക്കാൻ പറ്റണം. ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഇനി പാത്രങ്ങളൊക്കെ കഴുകാൻ പോവാം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ നാളെ കേശപ്പനെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെയൊക്കെ എണീക്കണം. അതുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഞാനിങ്ങ് നിർത്തുക ഇവിടെ വെച്ചിട്ട്. കേശപ്പന് പോയി കിടന്ന് കട്ടിലേൽ നോക്ക ഉറങ്ങി വന്നു. കേശു ഉറങ്ങിയില്ലേ? ഇല്ല. കേശു ഇവിടെ വന്ന് ചിഞ്ചുവിൻ്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർത്തോണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒക്കെ ഓർക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.